കണ്ണാടി പിളർപ്പിൽ സി വി ഷൺമുഖം വിഭാഗത്തിന് തിരിച്ചടി. സി വി ഷൺമുഖം വിഭാഗത്തിലെ 3 MLA-മാർ രാജിവെച്ചു. ഇവർ TVKയിൽ ചേരും. 5 MLA-മാർ കൂടി എടപ്പാടി കെ പളനിസ്വാമിക്ക് പിന്തുണയുമായി രംഗത്തെത്തി. വിവരങ്ങളുമായി ചെന്നൈയിൽ നിന്ന് മനീഷ് മൂർത്തിയാണ് ചേരുന്നത്. മനീഷ്, ഗുഡ് ആഫ്റ്റർനൂൺ. എന്തായാലും തമിഴക രാഷ്ട്രീയത്തിൽ പുതിയ മാറ്റങ്ങൾ പറയൂ. കൃഷിന, അനൂപ്, ഗുഡ് ഈവനിങ്. എന്തായാലും വലിയ മാറ്റങ്ങളാണ് തമിഴ്നാട്ടിൽ DMK-യിൽ ഉണ്ടാകുന്നത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നേരത്തെ തന്നെ ഇരു വിഭാഗങ്ങളായി പിളർന്നു നിൽക്കുന്ന ഒരു നിലയായിരുന്നു. അതിൽ ഒരു വിഭാഗം 25 MLA-മാരുടെ ഉള്ള സി വി ഷൺമുഖം വിഭാഗം നേരത്തെ തന്നെ TVKയ്ക്ക് പിന്തുണ പ്രഖ്യാപിച്ചു. ബാക്കി 22 പേരുമായാണ് എടപ്പാടി കെ പളനിസ്വാമി ജനറൽ സെക്രട്ടറി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. എന്തായാലും ഇന്നിപ്പോൾ ഉണ്ടായ 2 മാറ്റങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട 3 MLA-മാർ രാജിവെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. അത് രാജിവെക്കുക മാത്രമല്ല, അവർ ഈ പറഞ്ഞ രീതിയിൽ തമിഴക വെട്രിക്കഴകത്തിന്റെ അംഗത്വം സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. അത് രാജിവെച്ചത് മധുരാന്തകം MLA മരതകം കുമരവേലാണ് ഒന്ന്, താരാപുരം MLA സത്യഭാമ, പെരുന്തുറ MLA ജയകുമാർ എന്നിവരാണ് രാജിവെച്ചത്. അവർ സ്പീക്കർ JCD പ്രഭാകരന് രാജിക്കത്ത് നൽകുകയും തൊട്ടു പിന്നാലെ മന്ത്രി ആദവ് അർജുനെ കണ്ട് TVKയിൽ അംഗത്വമെടുക്കുകയും ചെയ്തിട്ടുണ്ട്. അതാണ് ഇന്ന് നടന്ന ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം. ഇനിയിപ്പോൾ ഈ 3 മണ്ഡലങ്ങൾ, അതുപോലെ തന്നെ മുഖ്യമന്ത്രി C. ജോസഫ് വിജയ് രാജിവെച്ച തിരുച്ചിറപ്പള്ളി ഈസ്റ്റ്, അങ്ങനെ 4 മണ്ഡലങ്ങളിലേക്കുള്ള ബൈ ഇലക്ഷൻ നടക്കണം. തീർച്ചയായും ഈ ഒരു സാഹചര്യത്തിൽ എന്തായാലും അത് TVKയ്ക്ക് തിരഞ്ഞെടുപ്പ് ഫലമൊക്കെ അനുകൂലമായി വരും എന്ന് തന്നെയാവണം TVK കരുതുന്നത്. എന്തായാലും ഭൂരിപക്ഷം, അതായത് കേവല ഭൂരിപക്ഷം നിലവിലില്ല. ആ ഭൂരിപക്ഷത്തിലേക്ക് എത്താനുള്ള ഒരു ശ്രമം അതുകൂടിയാണ് TVK ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. ഒരുപക്ഷെ വരും ദിവസങ്ങളിൽ കൂടുതൽ രാജി DMK-യിൽ നിന്നുണ്ടാവാനുള്ള ഒരു സാധ്യതയുമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ഇന്നിപ്പോൾ ഉണ്ടായത്, ഈ പറഞ്ഞ സി വി ഷൺമുഖത്തിന്റെ വിഭാഗത്തിൽ ഉണ്ടായിരുന്ന 5 MLA-മാർ ഇന്നിപ്പോൾ എടപ്പാടി കെ പളനിസ്വാമി പക്ഷത്തേക്ക് മാറിയിരിക്കുന്നു. ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എടപ്പാടി കെ പളനിസ്വാമി പക്ഷത്തേക്ക് മാറിയിരിക്കുന്നു. അതൊന്ന് പൻറൂട്ടി MLA മോഹനാണ്, ആർക്കാട് MLA സുകുമാർ, കാങ്കയം MLA NSS നടരാജൻ, അതുപോലെ തന്നെ ശങ്കരൻകോവിൽ MLA ദിലീപൻ തുടങ്ങിയ 5 പേരാണ് ഇന്നിപ്പോൾ എടപ്പാടി കെ പളനിസ്വാമിക്ക് പിന്തുണയുമായി എത്തിയിരിക്കുന്നത്. ആ തരത്തിലുള്ള മാറ്റങ്ങൾ കൂടി എന്തായാലും ഉണ്ടാകുന്നു എന്നതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ EPS-ന്റെ ഭാഗത്തേക്ക് കൂടുതൽ MLA-മാർ എത്തുന്നു. സി വി ഷൺമുഖത്തിന്റെ ഭാഗത്തു നിന്നുള്ള 3 MLA-മാർ രാജിവെക്കുന്നു. ആ രീതിയിലുള്ള ചില നാടകങ്ങൾ കൂടി എന്തായാലും DMK-യിൽ തന്നെയാണ്. തമിഴക രാഷ്ട്രീയത്തിലെ TVK-യുടെ എൻട്രിയോട് കൂടി എന്തായാലും സംഭവങ്ങൾ മാറിമറിയുകയാണ്. ടി വി ഷൺമുഖത്തിന് വലിയ തിരിച്ചടിയാണ്. ഇപ്പോൾ 3 പേർ TVK-യിലേക്ക് പോകുന്നു. 5 MLA-മാർ കൂടി എടപ്പാടി പളനിസ്വാമിക്ക് പിന്തുണയുമായി രംഗത്തെത്തിയിരിക്കും. അങ്ങനെ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ തലം മൊത്തത്തിൽ മാറിമറിയുകയാണ്. മനീഷ് മൂർത്തിയാണ് ചെന്നൈയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.